നൊയിമ്പ് കാലം 5-ാം വാരം തിങ്കൾ. തിരുവചനം: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം. മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട ലിൻഡയുടെ സ്വത്ത് തട്ടിയെടുക്കുവാൻ അവളുടെ കുടുംബാംഗങ്ങൾ അവളെ ഒരു മാനസിക ആശുപത്രിയിൽ ആക്കി. പുറത്തു വരുന്നതിനുള്ള സാധ്യതകൾ മങ്ങിയപ്പോൾ ജീവിതം തന്നെ ഇരുട്ടിലായി. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പ്രകാശമാണെന്ന് നമ്മെ അറിയിക്കുകയാണ്. യേശുവാകുന്ന പ്രകാശം നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മളിലെ ഇരുട്ട് യേശു പ്രകാശമാക്കി മാറ്റും. അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കും, പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമായി മാറും. ആശുപത്രിയിലെ നോട്ടീസ് ബോർഡിൽ രോഗികളെ സഹായിക്കുവാൻ സന്നദ്ധ സേവകരെ ആവശ്യമുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് ലിൻഡ കണ്ടു. അത് അവൾക്ക് ഒരു വെളിച്ചമായി മാറി. ലിൻഡ രോഗികളെ ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഉള്ളിൽ മറഞ്ഞിരുന്ന സ്നേഹം ഒരു പ്രവാഹമായി ഒഴുകി. ഇത്രമാത്രം ശുശ്രൂഷ ചെയ്യുവാനുള്ള സിദ്ധി തനിക്കുണ്ടെന്ന് ലിൻഡ പോലും അറിഞ്ഞിരുന്നില്ല. ശുശ്രൂഷ ചെയ്യുന്ന ലിൻഡ ഇപ്പോൾ സന്തോഷവതിയാണ്. യേശുവിൻ്റെ വാഗ്ദാനം ലിൻഡയുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറി. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും.